ഇവർക്ക് എന്താ ഭ്രാന്താണ് ഈ ചെക്കനുമായിട്ട് റിലേഷൻഷിപ്പിലാവാനായിട്ട്, അല്ലെങ്കിൽ ഇവന്റെ തലയ്ക്ക് എന്താ ഓളമാണ് ഇവളെ കെട്ടാനായിട്ട്. ചില കപ്പിൾസിനെ കണ്ടുകഴിയുമ്പോൾ നിനക്ക് ഇങ്ങനെ തോന്നിയിട്ടില്ല? അതിന് അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവുണ്ട്. മേഘുന പറഞ്ഞുതരാം. ഒരാൾ സൂപ്പർ അട്രാക്റ്റീവ് ആയിരിക്കുമ്പോൾ മറ്റേ ആൾ വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യും. ചിലപ്പോൾ പൈസ, സ്റ്റാറ്റസ്, ഇമോഷണൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ അവർ ഭയങ്കര ഓളമായിരിക്കും. അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും കിട്ടുന്നത്. രണ്ട് പാർട്ട്നേഴ്സും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുന്നത്. അതിപ്പോൾ ഒരേ കാര്യമായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ ലൈഫിൽ മിസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ പാർട്ട്ണറിന്റെ സൈഡിൽ നിന്ന് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഹാപ്പി ആവും. ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരാൾ ഇപ്പോൾ ഭയങ്കര ലുക്കാണ്, അട്രാക്റ്റീവ് ആണ്, പക്ഷേ പുള്ളി ഇമോഷണലി അൺഅവൈലബിൾ ആണെങ്കിൽ ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർട്ട്ണറിനെ പുള്ളി സെലക്ട് ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ അയാൾ അത്ര ഫിസിക്കലി അട്രാക്റ്റീവ് അല്ലെങ്കിൽ പോലും. അതുകൊണ്ട് അവൾക്ക് വട്ടാണോ, ഇവന് കണ്ണില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ കുനിഞ്ഞിരുന്നു. അവർ നല്ല ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. ഇനി നിന്റെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് ലിസണിംഗ് ട്രൈ ചെയ്ത് നോക്കാം. ബയോ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്യാം, നമുക്ക് ശരിയാക്കാം. പിന്നെ ഫോളോ ചെയ്താൽ ഡെയിലി ഇതുപോലത്തെ ടിപ്സ് കിട്ടും.